Hello friends, Assalamu alaikum. Welcome back to my channel. ഇന്നൊരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫിഷ് ഫ്രൈ ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയായിരിക്കും. എന്നാൽ അതിനുള്ള മസാലക്കൂട്ട് തയ്യാറാക്കുമ്പോൾ ഇതുപോലെ തയ്യാറാക്കിയിട്ട് ഒന്ന് ഫിഷ് ഫ്രൈ ചെയ്ത് നോക്കൂ. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ തന്നെയാണ്. അപ്പോൾ അധികം പറഞ്ഞ് ബോറടിപ്പിക്കാതെ പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഫിഷ് ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 750 ഗ്രാമോളം ഫിഷ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലക്കൂട്ട് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിലോട്ട് 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലോട്ട് ചേർക്കേണ്ടത് പെരിഞ്ജീരകവും ജീരകവും കൂടി പൊടിച്ചെടുത്തതാണ്. അത് രണ്ടും കൂടി 1 ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ഇത് പൊടിച്ചതില്ല എന്നുണ്ടെങ്കിൽ മിക്സിയുടെ കുഞ്ഞു ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. പിന്നെ ഇതിലോട്ട് ചേർക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്, 1 ടീസ്പൂൺ വെളുത്തുള്ളി, 1 ടീസ്പൂൺ ഇഞ്ചി, അല്പം കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഓയിൽ. ഇവയെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂണ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ കുഴച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ അത് ചേർത്തിട്ടില്ല. വെള്ളം കൂടി പോകരുത്, ഒരു പേസ്റ്റ് രൂപത്തിൽ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഈ കാശ്മീരി ചില്ലി ചേർത്ത് കഴിഞ്ഞാൽ ഒട്ടും എരിവുണ്ടാവില്ല, എന്നാൽ നല്ല കളറായിരിക്കും ഉണ്ടാവുക. ഇനി നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണ് സാധാരണ ചില്ലി പൗഡറും 1 ടീസ്പൂണ് കാശ്മീരി ചില്ലിയും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പെരുംജീരകം, ജീരകം, വെളുത്തുള്ളി, ഇഞ്ചി ഇവയൊന്നും നമ്മൾ സാധാരണയായിട്ട് ഫിഷ് ഫ്രൈക്ക് ചേർക്കാറില്ല. ഇതുകൂടി ചേർത്തിട്ട് നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഒരു വ്യത്യസ്തമായ ഒരു ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫിഷ് ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മസാല തേച്ച് കൊടുത്തിട്ട് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫിഷ് ഫ്രൈ ചെയ്യുന്നത് അധികം എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്നത് തന്നെയായിരിക്കും. എങ്കിലും ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. ചൂടായ പാനിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഫിഷ് ഓരോന്നായിട്ട് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. മലബാർ റെസിപ്പികൾ തയ്യാറാക്കുമ്പോൾ സാധാരണയായിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. മുഴുവൻ ഫിഷും ഇതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കണം. അടിവശം ഏകദേശം ഒന്ന് ക്രിസ്പി ആയിട്ട് വരുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലോട്ട് അരിപ്പൊടി ചേർത്തിരിക്കുന്നത്. അതിൻ്റെ പകരമായിട്ട് നിങ്ങൾക്ക് കോൺഫ്ലോർ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഫിഷ് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ്. ഇപ്പോൾ നന്നായിട്ട് ക്രിസ്പിയായി വന്ന ഫിഷ് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. മൊബൈൽ ക്യാമറയുടെ ഫ്ലാഷ് ഓൺ ആയതുകൊണ്ടാണ് ഫിഷ് ഇതേ കളറിൽ കാണിക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ വ്യത്യസ്തമായ രുചിയൊന്ന് അനുഭവിച്ചറിയാം. കണ്ടോ, കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്, അതുപോലെ വെരി ടേസ്റ്റിയാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ കുഞ്ഞു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. കൂട്ടുകാർക്കും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസിനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തേക്കുക. അതുപോലെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇൻഷാ അല്ലാഹ് ഇനിയും വരാം നല്ല നല്ല റെസിപ്പികളുമായിട്ട്. അതുവരെ എല്ലാവർക്കും താങ്ക് യു.